ഇന്ന് തന്നെ കേസെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. പെൺകുട്ടിയുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും, അറസ്റ്റിലേക്ക് ഉടൻ കടക്കുന്നതും ആലോചനയിലുണ്ട്. DGPയുടെ മുന്നിൽ ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ പരാതി എത്തിയിരിക്കുന്നു. തുടർ നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ വാർത്തയും 24 ഇപ്പോൾ പുറത്തുവിടുകയാണ്, പ്രേക്ഷകരെ ആദ്യമായി അറിയിക്കുകയാണ്. ഉടൻ തന്നെ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തും, ഇന്ന് തന്നെ കേസ് രജിസ്റ്റർ ചെയ്യും. അറസ്റ്റിലേക്ക്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഉടൻ തന്നെ എന്ന തരത്തിലേക്കുള്ള സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. DGPയുടെ മുന്നിലേക്ക് ഔദ്യോഗികമായി തന്നെ പരാതി എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് ഈ കേസിൽ ഉണ്ടായിരിക്കുന്നത്. ഷഫീദ് റാവുത്തർ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഷഫീദ്, ഇന്ന് തന്നെ തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണോ നമ്മൾ കരുതേണ്ടത്? അനുജ, ഉറപ്പായിട്ടും. കാരണം ഇതിനോടകം തന്നെ, അതായത് ഔദ്യോഗികമായ പ്രൊസീജിയേഴ്സ് ആരംഭിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. കാരണം ഈ പെൺകുട്ടി സെക്രട്ടേറിയറ്റിൽ നിന്ന് മടങ്ങിയതിന് പിന്നാലെ തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ ക്രൈംബ്രാഞ്ച് മേധാവി നേരിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി കേസിന്റെ, അതായത് ക്രൈംബ്രാഞ്ചിന്റെ SP-യുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തുന്ന കേസിന്റെ, അതായത് സെക്കൻഡ് പാർട്ടി പരാതിയിൽ നടക്കുന്ന അന്വേഷണത്തിന്റെ വിവരങ്ങൾ അത് CM ഓഫീസിനെ ധരിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് എത്തിയ പരാതി ഔദ്യോഗികമായി ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരന്റെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇനി DGP ഔദ്യോഗികമായത് ക്രൈംബ്രാഞ്ചിന് ആ പരാതി കൈമാറുമോ, അതല്ലെങ്കിൽ ഒരു ട്വിസ്റ്റ് എന്ന നിലയിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും വരുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരു കൗതുകമാണ്. കാരണം ആ കേസിന്റെ ഗ്രാവിറ്റി, അതിന്റെ സ്വഭാവമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഇനിയൊരു പ്രത്യേക അന്വേഷണ സംഘം, ഒരുപക്ഷെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ, ADGP റാങ്കിലൊക്കെയുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ, അല്ലെങ്കിൽ കുറച്ചുകൂടി ഹൈറാർക്കിയിൽ മുകളിൽ നിൽക്കുന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അന്വേഷണം വരുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നു എന്ന തരത്തിലേക്കുള്ള സൂചനകൾ വരുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. ഏതായാലും പലതര തിരക്കിട്ട കൂടിയാലോചനകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ, സംസ്ഥാന പോലീസ് മേധാവിയുടെ ഓഫീസിൽ, ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത്, ക്രൈംബ്രാഞ്ചിന്റെ ഇത് അന്വേഷണം നടക്കുന്ന SP ഓഫീസിലൊക്കെ നടക്കുന്നുണ്ട്. നിലവിലിപ്പോൾ ഒരു പക്ഷേ തൊട്ടടുത്ത മണിക്കൂറിൽ തന്നെ ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്ന നടപടികളിലേക്ക് അന്വേഷണ സംഘം കടന്നേക്കും. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം തുടർ നീക്കം, അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയിൽ. അദ്ദേഹം മുൻകൂർ ജാമ്യം തേടാനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളത് അറിയാൻ കഴിയുന്നു. അങ്ങനെ നേടിയാൽ അദ്ദേഹം അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളെ എങ്ങനെ പ്രതിരോധിക്കുമെന്നുള്ളതും ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. ഏതായാലും കൂടിയാലോചനകൾ നടക്കുന്നുണ്ട്. പുതിയ അന്വേഷണ സംഘം വരുമോ, ഉന്നത ഉദ്യോഗസ്ഥൻ സംഘത്തിലേക്ക് ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അതും ഉയരുന്നുണ്ട്. ഏതായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഔദ്യോഗികമായി ആ പരാതി, നേരത്തെ ക്രൈംബ്രാഞ്ച് മേധാവിക്ക് അനൌദ്യോഗികമായ പരാതി നൽകുകയും ആ വിവരശേഖരണമൊക്കെ നടത്തുകയും ചെയ്തെങ്കിൽ ഇപ്പോൾ ഔദ്യോഗികമായി സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറിന് മുൻപിലേക്ക് ആ പരാതി എത്തിയിരിക്കുന്നു. വളരെ മിനിറ്റുകൾക്കുള്ളിൽ, അതായത് വളരെ വേഗത്തിൽ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയാണ്. അനുജ, അതാണ്, വളരെ പെട്ടെന്ന് തന്നെ തുടർ നടപടികൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രിക്ക് ഔദ്യോഗികമായി തന്നെ അതിജീവിത പരാതി നൽകുന്നു. ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയാണ് മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. അതിനുശേഷം മുഖ്യമന്ത്രി ക്രൈംബ്രാഞ്ച് മേധാവിയെ വിളിച്ചു വരുത്തുന്നു, കാര്യങ്ങൾ സംസാരിക്കുന്നു. നിലവിലൊരു കേസ് അന്വേഷണം നടക്കുന്നുണ്ട്, അതിന്റെ കാര്യങ്ങൾ ഉൾപ്പെടെ വിശദമായി തന്നെ മുഖ്യമന്ത്രി കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ് ചെയ്തത്. അതിനുശേഷം വളരെ വേഗം അടുത്ത നടപടി, DGPയുടെ മുന്നിലേക്ക് ഇപ്പോൾ ഔദ്യോഗികമായി പരാതി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. അറസ്റ്റിലേക്ക് ഉടൻ തന്നെ കടക്കാനുള്ള സാധ്യതയുണ്ട്, തള്ളിക്കളയാൻ കഴിയില്ല. ഇന്ന് തന്നെ കേസെടുത്തിട്ട് നടപടിയിലേക്ക് പോവുക എന്ന തരത്തിൽ പോലീസിന്റെ നീക്കങ്ങൾ ഉണ്ടാകുന്നു. പെൺകുട്ടിയുടെ മൊഴിയും ഇന്ന് തന്നെ രേഖപ്പെടുത്താനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. അങ്ങനെ വളരെ വേഗം തന്നെ തുടർ നീക്കങ്ങളിലേക്ക് പോലീസ് കടക്കുകയാണ്. പോലീസ് മേധാവിക്ക് മുന്നിലേക്ക് ഔദ്യോഗികമായി പരാതി എത്തുമ്പോൾ തിടുക്കത്തിൽ തന്നെ അടുത്ത നടപടി എന്നതാണ്. അതിനിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ ഭാഗത്തു നിന്നും മുൻകൂർ ജാമ്യ ഹർജിക്കുള്ള നീക്കങ്ങളുമായി നിയമപരമായി തന്നെ ഈ കേസിനെ നേരിടാനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിൽ സൂചിപ്പിച്ചതുപോലെ ഒരു തെറ്റും ചെയ്യാത്ത സ്ഥിതിക്ക് അത് ബോധ്യമുള്ളിടത്തോളം കാലം നിയമപരമായി തന്നെ നേരിടും എന്നുള്ളതാണ് ആദ്യ വരി. ഇപ്പോൾ ആ തരത്തിലേക്ക് തന്നെ ഒരു മുൻകൂർ ജാമ്യ ഹർജി നൽകാനുള്ള നീക്കങ്ങളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നിരിക്കുന്നു. എവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ളത് എന്നത് വ്യക്തതയില്ല. പാലക്കാട് കണ്ണാടിയിൽ നിഖിൽ കണ്ണാടിക്ക് വേണ്ടിയുള്ള പ്രചാരണത്തിലായിരുന്നു ഉച്ചവരെ ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് ഇത്തരം പരാതി ഇന്ന് തന്നെ നൽകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ തിരിച്ചറിഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിന്ന് മുങ്ങുകയായിരുന്നു എന്നുള്ളതാണ്. നിലവിൽ MLA ഓഫീസ് പൂട്ടിയ സ്ഥിതിയിലാണ്. പക്ഷേ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു. ഇപ്പോൾ ഇതാ മുൻകൂർ ജാമ്യ ഹർജിക്കുള്ള നീക്കങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വിവരവും ഉണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.